റേഡിയോ ലൈബ്രറി. ഹലോ, നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. രതീഷ് നിങ്ങളുടെ കൂടെ അതേ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും മനോഹരമായിട്ടുള്ളൊരു ബുക്കിനെയൊക്കെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. റേഡിയോ ലൈബ്രറി അങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ കുറച്ച് കവിതകൾ കേൾക്കാനായിട്ട് പോവുകയാണ്. കവിതകളെ കുറിച്ചാണ് അറിയാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് നോവലുകളെ പറ്റി, സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് കവിതാ സമാഹാരമാണ് കേട്ടറിയാൻ പോകുന്നത്. അത് എഴുതിയ ആൾ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, പബ്ലിക് സ്പീക്കറാണ്, വിവിധ മേഖലകളിൽ തിളങ്ങിയിട്ടുള്ള ആളാണ്. ഇന്ന് നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അൻസാർ അരിമ്പ്രയാണ്. നമസ്കാരം അൻസാർ അരിമ്പ്ര. നമസ്കാരം. പ്രത്യേകിച്ച് ടോസ്റ്റ് മാസ്റ്ററിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു. ഖത്തർ ബേസ് ചെയ്തിട്ടുള്ള അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയിലെ സീനിയർ മാനേജറാണ്. ഇപ്പൊ ഇവിടെ 2 വർഷം ആയി. ഇതിലെ ഒരു 46ഓളം കവിതകൾ അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. അതെ, അതിന്റെ പേര് ഒയാസിസ് സ്കോർച്ചിങ് സോൾ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ കാരണം? ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ കണ്ണിൽ നമ്മൾ പ്രവാസിയാവുക എന്ന് പറയുന്നത് അതിൽ മരുപ്പച്ചയാണ്, മരുഭൂമിയുണ്ട്, മരുപ്പച്ചയുണ്ട്. ഒയാസിസിന്റെ ശരിക്കുള്ള അർത്ഥം മരുപ്പച്ച എന്നാണല്ലോ. അപ്പൊ അതിൽ സ്കോച്ചിങ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതാണ്. ചുട്ടുപൊള്ളുന്ന ഒരു ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റുമോ? എഴുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ തന്നെ വരും. അതാണ്. അപ്പോൾ മരുഭൂമിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് അതിന്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ 46ഓളം കവിതകളുണ്ട്. ഇത് ഘട്ടം ഘട്ടമായിട്ട് എഴുതി തീർത്താണോ? എങ്ങനെ ഒരു 46? അതെ. ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇത് തീർത്തതാണ്. കാരണം ഓരോ സമയത്ത് ഒരു എഴുത്തുകാരനെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവണല്ലോ സമൂഹത്തിൽ. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയ കവിതകൾ, അതുപോലെ തന്നെ മുമ്പ് എഴുതിയ കവിതകളെല്ലാം കളക്ട് ചെയ്തിട്ട് ആണ് ഇത് ഈ ഒരു കവിതാ സമാഹാരം പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഒയാസിസ് എന്ന ബുക്കിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ പോവുകയാണ്. ഓരോ കവിതകളും കേട്ടറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ ആയിട്ടുള്ള, കവിയായിട്ടുള്ള അൻസാർ അരിമ്പ്രയാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് റേഡിയോ ലൈബ്രറിയിൽ. ഇപ്പൊ പറഞ്ഞ പോലെ പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മരുപ്പച്ചയാണ് ഈ കവിത സമാഹാരം. ഇതിൽ പ്രണയമുണ്ട്, പ്രണയ നൈരാശ്യമുണ്ട്. പ്രണയം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയ നൈരാശ്യം ഉണ്ടാവുമല്ലോ. സ്വപ്നങ്ങളുണ്ട്, സ്വപ്നഭംഗങ്ങളുണ്ട്, ഇന്നിന്റെ രാഷ്ട്രീയമുണ്ട്, നഷ്ടപ്പെടലിന്റെ വേദനയുണ്ട്. സമൂഹത്തിൽ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ അതുവരെ ഞാൻ ഈ കവിതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് കടിച്ചു കീറുന്ന പിഞ്ചു പെൺമക്കളുടെ നൊമ്പരമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണത്, കാണുന്ന സംഭവമാണ്. കുട്ടിക്കാലത്തെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന മധുര നൊമ്പരങ്ങൾ ഇതിൽ ഞാൻ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഈ കവിതാ സമാഹാരത്തിനെ കുറിച്ച് പറയുകയാണ്. ഇതിന്റെ ബ്ലേബ് എഴുതിയിരിക്കുന്നത് കിങ് ഖാലിദ് സൗദി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറും നേറ്റീവ് സ്പീക്കറുമായിട്ടുള്ള എറിക് ബീർ എന്ന അദ്ദേഹമാണ്. കവിത തുടങ്ങുന്നത് തന്നെ അകാലത്തിൽ നഷ്ടപ്പെട്ട എന്റെ സഹോദരപുത്രൻ, എന്റെ മകന്റെ വേർപാട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എഴുതി വെച്ചേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയാണ്. ഇപ്പോൾ ഓണത്തിന്റെ തലേ ദിവസം പൂ പറിക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് മകൻ പോവുകയും അവിടുന്ന് പൂ പറിച്ചു വന്നിട്ട് പൂക്കളം തീർക്കാൻ വേണ്ടി 4 വയസ്സായ മോനാണ്. അമ്മയോട് പറയാണ്, ഒരു പൂവും കൂടിയുണ്ട് ആ പൂക്കുലയിൽ, ഞാനത് കൂടി പറിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് മോൻ പോവാ. പിന്നെ സമ്മതം കൊടുക്കാതെ റോഡ് ക്രോസ് ചെയ്തു. തിരിച്ചു വരുമ്പോഴൊരു ബൈക്ക് തട്ടിയിട്ടാണ് മോന് നഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ നാട്ടിലില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എഴുത്ത്. കാരണം ഇപ്പോഴും പറിക്കപ്പെടാതെ കിടക്കുന്ന ആ പുഷ്പം അവിടെ തൊട്ടടുത്ത ചെടിയിലുണ്ട്, അത് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ്. പൂ പറിച്ചതോടുകൂടി തന്നെ ഞങ്ങൾ ഹൃദയമെല്ലാം നീ പറിച്ചു കളഞ്ഞല്ലോ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എഴുത്ത്. ഒരു പൂവും കൂടിയും ആ പൂക്കളത്തിൽ ബാക്കിയിടണം എന്ന് ബാക്കി ഇരിപ്പ് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, മോൻ പോയത്. ഇപ്പോഴും ആ എന്റെ ചിന്തയിൽ ഇപ്പോഴും ആ പൂക്കളത്തിൽ ഒരു പൂവിന്റെ ബാക്കി സ്ഥലം കിടപ്പുണ്ട്. അവന് എവിടെയോ വെച്ചതൊക്കെ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും എന്നുള്ള ആ ഒരു എൻ്റെ ഒരു വല്ലാത്തൊരു ഫീലിന്റെ ഒരു ഔട്ട് ബേഴ്സ്റ്റ് ആയിട്ടാണ് ഞാൻ ആ ഒരു കവിത, ആദ്യത്തെ കവിത എഴുതിയേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ യാത്രക്കാരാണല്ലോ. യാത്രക്കാരെന്ന് പറയുമ്പോൾ അതിന്റെ നമുക്ക് ലക്ഷ്യാർത്ഥവും ഗൂഢാർത്ഥവും ഒക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ യാത്ര, ഈ ജീവിതമാകുന്ന യാത്ര തന്നെയാണ്. അതിൽ നമ്മൾ വിചാരിച്ചേക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളെന്നൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് പരതുന്ന ഒരു യാത്രക്കാരനെയാണ് എന്നിൽ കൂടെ ഞാൻ കാണാൻ ശ്രമിച്ചത്. അപ്പൊ അതില് അവസാനം ആരുമില്ല എന്റെ കൂടെ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അവസാനം ഞാൻ മാത്രമല്ല, ആരൊക്കെയോ എന്നെ പിന്നിൽ നിന്ന് പിൻവിളിയുണ്ട്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ എന്നോട് എന്റെ ആത്മാവ് പറയുന്നത്. അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ്. ആ ഫ്രണ്ട് എന്റെ നിഴലാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവിടെ അവസാനിക്കുന്നത്. അപ്പൊ അതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ബോൾഡ് ആവുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് ഞാൻ അവിടെ രണ്ടാമത്തെ കവിതയിൽ കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ ഒരു കവിത എന്ന് പറയുന്നത് ടു മൈ അൺബോൺ സൺ, എനിക്ക് പിറക്കാതെ പോയ മകനക്ക് ഞാനൊരു കത്തെഴുതുന്നതാണ്. അപ്പൊ ആ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കാർണിവറസ് ബീയിങ്സ് ആർ ഔട്ട്സൈഡ്, സ്റ്റേ ഇൻസൈഡ് ഓൾവേസ് പ്ലീസ്, ബിവെയർ ഓഫ് ദം armed with weapons of mass destruction. ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് നരഭോജികളായിട്ടുള്ള
ജീവികൾ പുറത്തുണ്ട് മകനെ, നീ അകത്ത് തന്നെ കിടന്നോ, നീ പുറത്തോട്ട് വരണ്ട, നീ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഏന്തിയിട്ടുള്ള മാസ് ഡിസ്ട്രക്ഷന് കഴിയുന്ന ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തുണ്ട് എന്ന് പറയാണ്. ഈ ഒരു കവിതയിലും ഇന്നിന്റെ മതഭ്രാന്ത്, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചു കീറുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും പറയുന്നുണ്ട്. അപ്പൊ ഇത് കവിയുടെ ഒരു ദുഃഖം, ഒരു ജന്മദുഃഖമായിട്ട് ചിലപ്പം പറയാൻ കഴിയും. കാരണം ആൺമക്കളില്ലാത്ത ഒരു സങ്കടം ഈ ഒരു ലെവലിൽ എഴുതിയതായിരിക്കാം എന്നും പറയാം. അപ്പോ നീ വരണ്ട, നീ ഉള്ളിൽ തന്നെ കിടന്നോ, കാരണം പുറം ലോകം നല്ലതല്ല, നല്ലതാവുമ്പോൾ. പക്ഷെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, ചിറക് വെച്ചെന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം അത് ഐ സ്കെയർഡ് ഓഫ് യുവർ ലൈഫ് after, please stay back there my dear, hopelessly suppressed my wishes, let me die away without my dream fulfills. എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ആവാതെ അത് ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എന്നാലും നീ പുറത്തു വരണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് ടു മൈ അൺബോൺ സൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കവിത. നാലാമത്തെ കവിത എല്ലാവരും പ്രകൃതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, നമ്മുടെ ഇടയിലുള്ള സമൂഹമാണ് നഴ്സുമാരെന്ന് പറയുന്നത്. അപ്പോൾ നഴ്സുമാർക്കെതിരായിട്ടുള്ള ഈ നഴ്സുമാരുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കയറി വന്നതായിരുന്നു. കാരണം നമ്മളെല്ലാവരും നഴ്സുമാർ ഒരുപാട് പുകഴ്ത്തി പറയും, അവരുടെ വിഷമങ്ങളോ അവരുടെ മാനസിക പ്രശ്നങ്ങളോ നമുക്ക് മനസ്സിലാക്കുന്നില്ല. പറയാൻ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമില്ലാതെ പോകും. പക്ഷെ അതിനെക്കുറിച്ച് എഴുതിയൊരു കവിതയാണ് നേഴ്സ് അപ്പിയേഴ്സ് as an angel in the corridor, wiping off the tears of many with a divine smile from the hurt എന്ന് പറയും. ഇടനാഴിയിൽ ഈ നേഴ്സ് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തിനാ പ്രത്യക്ഷപ്പെടുന്നത്? നമ്മുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ അത് ദൈവികമായിട്ടുള്ള ഒരു പുഞ്ചിരിയും അവരുടെ മുഖത്തുണ്ടാവും എന്ന് പറഞ്ഞ് അവസാനം പറയുന്നത് ഫോർ യുവർ ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ട് വി സല്യൂട്ട് യു സിസ്റ്റേഴ്സ് ഫോർ ബിസ്റ്റോവിംഗ് എ വണ്ടർഫുൾ ലൈഫ് ഫോർ us ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ. നിങ്ങളിൽ ഒരു നേഴ്സിൽ കൂടെയാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. സത്യം, നമ്മളതൊക്കെ മറന്നു പോവുകയാണ്. അവർ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവനത്തിന് എന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകളാണല്ലോ, എഴുത്ത് ആണല്ലോ അവന്റെ ഒരു ആയുധം. അത് അങ്ങനെയാണ് അത് പറഞ്ഞ് വെച്ചേക്കുന്നത്. അടുത്തൊരു കവിതയാണ് പ്രഷ്യസ് നൈറ്റ്. പ്രഷ്യസ് നൈറ്റ് എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ഒരു നൈറ്റ്, അതിന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എഴുതിയേക്കുന്നത്. ദിസ് സ്റ്റിൻഡിലേറ്റിംഗ് നൈറ്റ് ഐ ഫെൽറ്റ് the bond of love and affection, long journey of mine and the ups and downs. Scintillating night എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഓർക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു നൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കരിയറിൽ ഒരുപാട് വർഷത്തെ അധ്വാനത്തിന് ശേഷം എൻ്റെ പഴയ കരിയറിൽ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, അവരെനിക്ക് ആ നൈറ്റിൽ എനിക്ക് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് അവർ സന്തോഷം, ഞാൻ അറിയാതെ സർപ്രൈസ് ആയിരുന്നു, പുറത്തൊരു ഹോട്ടലൊക്കെ എടുത്തിട്ട് ആ സന്തോഷത്തിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ വാക്കുകളെല്ലാം ഒന്നും ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് തന്നെ എഴുതിയ ഒരു കവിത, അന്ന് തന്നെ ഞാൻ അവരോട് പ്രൂഫ് റീഡും ചെയ്യാതെ ആ രീതി തന്നെ ഞാൻ വായിച്ചവിടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ അവരോട് ഞാൻ പറയുന്നുണ്ട്, ഐ ക്യാൻ ഓഫർ യു ഓൺലി മൈ ഗ്രാറ്റിറ്റ്യൂഡ് മൈ ഗോഡ്, the word which I often use meaninglessly but it had many meanings and I realized lately. പിന്നെ അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഐ എം ഹിയർ അറ്റ് എ കോളിംഗ് ഡിസ്റ്റൻസ് ടു മൂവ് യു ഔട്ട് ഫ്രം എനി മെയ്സ് ആൻഡ് ഐ സോ am humbled. ഞാനൊരു വെളിപ്പാടകലെ നിങ്ങളടുത്തുണ്ട്. എന്തിനു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുണ്ട്. മാനേജർ എന്നതിനുപരി നിങ്ങളുടെ കൂടെ മുന്നിൽ നിന്നുകൊണ്ട് സപ്പോർട്ടിന് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കവിത അവസാനിക്കുന്നത്. അടുത്ത കവിത സ്റ്റാൻഡേർഡ് ടു ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. ഒരു കവിയുടെ ഒരു നൊമ്പരമാണ് ഞാൻ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരുപാട് ഇന്റർമീനിങ് ഒക്കെ ഉള്ള ഒരു കവിതയാണിത്. ദ കളേർഡ് കൈറ്റ് സെയിൽസ് ഇൻ ദ സ്കൈ, seamless sky is purple with bottled up emotions. The boy tottered while he controls its movements, the string he tightened. ഞാൻ മനസ്സ് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് കടൽ തീരത്ത് പോയിട്ട് ഇരുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഒരു ചെറിയൊരു 5-6 വയസ്സായ ഒരു കുഞ്ഞ് ഒരു പട്ടം പിടിച്ചിട്ട് വേച്ച് ഓടുന്ന, അതിന്റെ ആ പട്ടത്തിന്റെ ചരട് കയ്യിൽ പിടിച്ചുകൊണ്ട് വേച്ച് ഓടുന്നുണ്ട്. പട്ടത്തിന്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി അതിന്റെ ഒരു ബദ്ധപ്പാടൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ പറയുന്നത്, ഐ സാറ്റ് വിത്ത് മൈ ഡിപ്ലീറ്റഡ് മൈൻഡ് ഗേസ്ഡ് അപ്പോൺ ദി എൻഡ്ലെസ് സീ, നത്തിങ് ടു റൈറ്റ് and no words in my mind. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒന്നുമില്ല, ശൂന്യമായ മനസ്സുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അറ്റമില്ലാത്ത കടലിലോട്ട് നോക്കിയിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ മനസ്സിലൊന്നുമില്ല എഴുതാൻ. കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊന്നും എഴുതാനില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് തിരമാല തീരത്തോട് അടുത്ത് വരുന്ന സമയത്ത് ഒരു പീസ് ഓഫ് പേപ്പർ ഇങ്ങനെ കിട്ടുകയാണ്. അതിൽ ഇല്ലെജിബിൾ വേർഡ്സ്, നമ്മൾ കാണാൻ ക്ലിയർ അല്ലാത്ത ഒരു പേപ്പർ കിട്ടുക. എ ഫെയ്ഡ് പീസ് ഓഫ് പേപ്പർ ഫ്ലോട്ട്സ് ഓവർ വിത്ത് എ ഫ്യൂ ഇല്ലെജിബിൾ വേർഡ്സ് ഓൺ ഇറ്റ്. എക്സ്റ്റെൻഡഡ് മൈ ഹാൻഡ്സ് ബട്ട് away. I
grasp the meaning of that meaningless sentence. ആ പേപ്പർ കിട്ടിയിട്ട് ഞാനത് നോക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ എഴുതിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അകാലത്തിൽ ചരമമടഞ്ഞ ഒരു പ്രണയത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ആവാം, പ്രണയിനിക്ക് കൊടുത്ത കത്തോ തിരിച്ചു കൊടുത്ത കത്തോ ഒക്കെ ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഒന്നും എഴുതാനില്ലാത്ത വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഭിക്ഷയാചിക്കുന്ന കവിയുടെ ചരമഗീതമാവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ. അപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആ കടൽ തീരത്ത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പട്ടവുമായി നടക്കുന്ന കുഞ്ഞ് അതവിടെ ഇല്ല, അവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഒരുപാട് വാക്കുകൾ കയറി വന്നു. അങ്ങനെ ഞാൻ കവിത എഴുതിയെന്നാണ്. ഈ കവിതയുടെ ഒരു ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും എഴുത്തുകാർക്ക്, പ്രത്യേകിച്ച് കവിത എഴുതുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച്, കവിത എന്നുള്ളതല്ല, മനസ്സ് മിക്കവാറും ചില സമയങ്ങളിൽ ബ്ലാങ്ക് ആയി പോവാറുണ്ട് ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ അതിൽ പ്രത്യേക ഒരു എനർജി കിട്ടി, ആ കവിത അവിടെ തീരുവാണ്. അടുത്തത് നമ്മുടെ നാട്ടിൽ പൊട്ടനർത്ഥം കിട്ടാന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യച്യുതിയെ കുറിച്ചിട്ട് നമ്മൾ 2-3 വർഷം മുമ്പൊക്കെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് തന്നെയാണ് ഞാൻ വളരെ സർക്കാസിസം പരമായിട്ട് ഞാനത് വിശദീകരിച്ചത്. An idiot got a violet from the way he traveled. Then he asked curiously, where to invest my money now? പൊട്ടനർത്ഥം കിട്ടി. അവൻ ചോദിക്കുകയാണ്, എനിക്കിത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അഡ്വൈസ്, got the advice from the street to invest safely in education. Go and invest in God's own country where no barrier waits for you. പൈസ മുഴുവൻ, ആ കാശ് മുഴുവൻ കൊണ്ടുപോയിട്ട് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങ്, നല്ല റിട്ടേൺ കിട്ടും. എന്നിട്ട് പറയുന്നതാണ്, ഇൻ പെർട്ടിക്കുലർ യു ജസ്റ്റ് spend it and post a well-known idiot there. അപ്പൊ അത് നടത്താനിരിക്കുന്ന ഒരാള് ഒരു വലിയൊരു ഇഡിയറ്റ് ആവണം എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട എന്നുള്ള കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എഴുതിയ ഒരു കവിതയാണത്. ഇതിൽ അവസാനം പറയുന്നുണ്ട്, എഡ്യൂക്കേറ്റ് യുവർ സൊസൈറ്റി ആൻഡ് പാസ് ഔട്ട് ആസ് മെനി ആസ് ഇല്ലിറ്ററേറ്റ് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്നാണ് അത് പറയുന്നത്. കാരണം വിവരമില്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും അതുപോലെ തന്നെ ലോയേഴ്സിനെയും ഒക്കെ നിനക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സർക്കാസമുള്ള ഒരു കവിത അവിടെ അവസാനിക്കുന്നത്. പിന്നെ അടുത്തൊരു കവിതയാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞത്. അത് ഞാൻ എന്നെ തന്നെ മൃതശരീരമായിട്ട് ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ചിട്ട് എഴുതിയ കവിതയാണ്. കാരണം നമ്മളൊക്കെ ഗൾഫിൽ പ്രവാസത്തിലോട്ട് വരുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരുന്ന ഒരവസ്ഥയാണല്ലോ. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ആ ഫ്ലൈറ്റിൽ തന്നെ ഒരുപാട് മൃതശരീരങ്ങളും ഉണ്ടാവും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും ഓൺ ബോർഡിൽ ഭക്ഷണം കഴിക്കലും ഹാപ്പി, നമ്മുടെ നാട്ടിൽ നമ്മുടെ കാണാനിരിക്കും, നമ്മുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഇരിക്കുക. അപ്പോൾ ഞാൻ എന്നിൽ ഒരു പരകായ പ്രവേശം ചെയ്ത മാതിരിയാണ് ഈ കവിത എഴുതിയത്. അത് ഫൈനൽ അനൗൺസ്മെന്റ് എക്കോഡ് I too heard it anxiously. എനിക്ക് കേൾക്കാൻ കഴിയും മരിച്ചിട്ടുണ്ടെങ്കിലും. അനൗൺസ് ദ ടൈം ഫോർ ടേക്ക് ഓഫ് ബട്ട് ഐ ടുക്ക് ഓഫ് ഓൾറെഡി. അവർ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്, പക്ഷെ ഞാൻ ഓൾറെഡി ടുക്ക് ഓഫ് ആണ്. ഞാൻ എന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അവിടെ. ഫാഷൻ യുവർ സീറ്റ് ബെൽറ്റ്സ് ഇൻ എ സ്വീറ്റ് വോയിസ് ബട്ട് ഐ ടു ഫാഷൻ ഇൻ എ ഫ്യൂ ഡേയ്സ് ബാക്ക്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് കെട്ടുക, പക്ഷെ ഞാൻ ഓൾറെഡി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ്. ഓക്കെ, സ്റ്റേഡ് ദ ഫ്ലൈറ്റ് ആൻഡ് ഹെഡഡ് ടു മൈ ഡിസൈഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. പിന്നെ അദ്ദേഹം ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുക. സ്റ്റിൽ ഐ റിമെമ്പർ ദ ഡേയ്സ് വെർ ഐ സ്പെൻഡ് ഹോൾ മൈ ചൈൽഡ്ഹുഡ്. പഴയ കാലങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ പഴയ എന്റെ കാലം ചെലവഴിച്ചെന്റെ കഥകൾ. അറ്റ് ഏജ് ഓഫ് 18 ഐ ടുക്ക് ദ പാസ്പോർട്ട് കോഷ്യസ്ലി. അതിൽ ഞാൻ തന്നെയുണ്ട്. ഞാൻ ഏകദേശം ഒരു 19 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഗൾഫിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ സങ്കല്പിച്ചോ, ഞാൻ പാസ്പോർട്ട് എടുത്തു. ടൈം ഫ്ലിക്ഡ് പേജസ്, മെനി സ്റ്റാമ്പ്സ് എൻഡോഴ്സ്ഡ്. സമയം വരുന്നതനുസരിച്ച് അതിന്റെ പേജുകൾ മറിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതിലൊക്കെ ഓരോ വിസയും സ്റ്റാമ്പും അങ്ങനെ മുദ്ര വെക്കപ്പെട്ടുകൊണ്ടു എന്ന് പറയണം. വെയിറ്റഡ് ഫോർ എവറി 2 year ടു ഒബ്റ്റെയിൻ എ സെൽഫ് ഇമ്പോസ്ഡ് ബെയിൽ. അന്നൊക്കെ ഒരു 10-15 വർഷം മുമ്പ് 2 വർഷം കഴിഞ്ഞ നാട്ടിലൊക്കെ പോകാൻ കഴിയുള്ളൂ. ഞാൻ സൗദിയിലുണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തെ ഒരു സെൽഫ് ഇമ്പോസ് ആയിട്ടുള്ള ഒരു ബെയിലിന് വേണ്ടിയിട്ട്, ഒരു ജാമ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന അവസ്ഥ ഒക്കെ ഞാൻ മരിച്ചു കിടക്കുന്ന ഞാൻ പറയാണ്. പിന്നെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയാണ്, ഐ നെവർ ന്യൂ വാട്ട്സ് ഹാപ്പനിങ് ഓൺ മൈ ഓൺ ബോർഡ്. എന്റെ മേലെയുള്ള ഓൺ ബോർഡിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഐ എം കൺഫൈൻഡ് ഇൻ എ ബോക്സ് അണ്ടർ ബോഡീസ് ചിൽഡ്രൻ ഫാസ്റ്റൻഡ്. എന്റെ ശരീരമൊക്കെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ്, അത് വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. ദ ഫ്രാഗ്രൻസ് ദേ പോഡ് സ്മെൽസ് നേസ്റ്റി. ഈ ശവശരീരത്തിൽ നമ്മൾ വെക്കുന്ന ആ സ്മെല്ലൊക്കെ, വളരെ സുഗന്ധങ്ങളൊക്കെ എനിക്ക് വളരെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് എന്നെ. എന്റൈസിങ് steward is no more and I tried to open my eyes. ഞാൻ എന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ അവര് വളരെ ദയവില്ലാത്ത രീതിയിൽ വലിയ സാധനങ്ങൾ വെച്ചിട്ട് അടച്ചിരിക്കാം. വലിയ സാധനം എന്ന് ഇവിടെ പറയുന്നത് മരിച്ചു കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്തും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്ന പറയപ്പെടുന്നത്. അത് മതങ്ങളിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെ കൺപോളയിൽ വെച്ചത് പഞ്ഞിയാണ്. പഞ്ഞി വെച്ചാൽ എനിക്ക് എന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. I tried to utter a few words but they tied up my jaws too. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ താടികൾ പോലും കൂട്ടി കെട്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയാം, I didn't carry anything but only
only my paid up frozen body. ഞാനൊന്നും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നില്ല. സാധാരണഗതിയിൽ ഞാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ, ഞാൻ നാട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ഞാൻ സമ്മാനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇത് ഓരോ പ്രവാസിയുടെയും കുറിച്ച് ഞാൻ എഴുതിയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പെയ്ഡപ്പ് ആയിട്ടില്ല. ഞാൻ കാശ് കൊടുത്തിട്ട് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ബോഡി വെയിറ്റ് അനുസരിച്ച് കാശ് കെട്ടിയിട്ട് പോകണം. അപ്പം ഞാൻ അയക്കുന്ന എൻ്റെ ബോഡി അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയാണ്. A few hours journey left to reach my final destination. No warm hugs wait for me, but they might be hurried to bury and let me rest in peace. എൻ്റെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തിച്ചേരും. പക്ഷെ എൻ്റെ കയ്യിൽ എന്നെ ആരും ഹഗ് ചെയ്യാനൊന്നും ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനും വളരെ ധൃതിപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എനിക്ക് എത്തണം, എൻ്റെ ശവക്കല്ലറയിലൂടെ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക കവി ആ കവിത അവിടെ അവസാനിപ്പിക്കുക. അടുത്തു പോകുന്നത് മൈ ഏഞ്ചൽസ് പെയിൻ എന്ന്, എൻ്റെ ദേവതയുടെ വേദന എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. മോൾക്ക് ഞാൻ സൗദിയിലായ സമയത്ത് ഒരു അസുഖം വന്നു. ഡോക്ടറെ കാണിച്ചു. കലശലായിട്ടുള്ള വയറുവേദനയായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചു, പലതരത്തിലുള്ള ഡോക്ടേഴ്സിന് കാണിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ചെറിയ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട്, എനിക്കാണെങ്കിൽ ജോബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അറിയപ്പെടുന്ന ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു അമേരിക്കൻ ഡോക്ടറെ കാണിച്ചു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ എന്നെ വല്ലാണ്ട് അലോസരപ്പെടുത്തിയ ഒരു കവിത തന്നെയാണ്. The night you wept with pain as a nightmare still I remember. I didn't dare to gaze at your weary face. How horrible was the hriday you suffered. ആ രാത്രി വേദന കൊണ്ട് കരഞ്ഞ സമയത്ത് അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടി സ്വപ്നമായിട്ട് ഞാനത് ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഞാൻ നിന്റെ മുഖത്തോട്ട് നോക്കാൻ, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ മുഖത്തോട്ട് നോക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. ഹൗ ഹൊറിബിൾ വാസ് ദ ഹൃദയ യു സഫേർഡ്. നീ അനുഭവിച്ച വേദന, പൊളഞ്ഞ വേദന എത്രത്തോളം ഹൊറിബിൾ ആണ് എന്ന് ഞാൻ പറയാണ്. യുവർ പേഴ്സിംഗ് പെയിൻ പിൻ മൈ സോൾ, മൈ ഫാദർലി അഫെക്ഷൻസ് ബൺ ബേഴ്സ്റ്റ്. എൻ്റെ ഫാദറിന്റെ ആ ഒരു സ്നേഹം, അതിന്റെ ബണ്ട് നമ്മൾ പറയല്ലോ, ബണ്ട് അണക്കെട്ട് പൊട്ടി എന്ന് പറയുന്ന, ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And went out as a flash flood, left as open my eyes and mind, groped in the nights with some hope. രാത്രി വരെ ഞാൻ തപ്പിത്തടഞ്ഞ് നടന്നിട്ടുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ നമ്മുടെ കയ്യിൽ കാശുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനുഷ്യർ എത്രത്തോളം ചെറുതാണ് എന്ന് കാണിക്കുന്ന തരത്തിലൊരു കവിതയും കൂടിയാണ്. കാരണം കാശ് കൊണ്ടെല്ലാം ആവും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. കാശൊന്നുമല്ല. പക്ഷെ കാശ് ആണ്. അതൊരു ഫ്യൂല് മാത്രമാണ്. നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂല്, ഒരു ഇന്ധനം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വല്ലാത്തൊരു വേദന ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. പ്രിസ്ക്രിപ്ഷൻസ് ഹാഡ് ദേ ഇങ്ക്ഡ് എ ലോട്ട്, മൈറ്റ് സ്പ്രെയിൻ ദിയർ ഹാൻഡ്സ്. പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയ ഡോക്ടർമാരുടെ കൈയൊക്കെ കുഴഞ്ഞു, കൈയൊക്കെ വേദനയായി, അല്ലെങ്കിൽ കൈക്ക് വേദന വന്നു പറയാണ് ഞാൻ. പവർ ഫ്ലാഷ് ത്രൂ ദ മെഷീൻസ്, റെസ്റ്റിംഗ് മെഷീൻസ് ബിക്കെയിം റെസ്റ്റ്ലെസ്. ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം റെസ്റ്റ് എടുത്തിരിക്കുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടാവും. ആ മെഷീനൊക്കെ അത്യാവശ്യം വർക്ക് കൊടുത്തു. എന്നിട്ടും അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. പിന്നെ റേസ് സ്ക്രൂട്ടനൈസ് ഹെർ ബോഡി. എല്ലാ തരത്തിലും അവരുടെ ബോഡിയൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തു, പരിശോധിച്ചു. ഒന്നിനും ഒരു ഉത്തരം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. നോ മെഷീൻ ഡെയർസ് ടു ടച്ച് ഹെർ പെയിൻ ഓർ ഡയഗ്നോസ് ഹെർ എയിൽമെന്റ് എന്നാ പറയുന്നത്. ബട്ട് ഐ നോ ഹെർ ലിപ്സ് വെർ സോഫ്റ്റ്, neither with pain nor with agony. No pads or words were sobered. Pills gulped down but in vain. Hide and seek played both. ഒരുപാട് ഗുളികകൾ കഴിച്ചു. പക്ഷെ അതൊക്കെ ഗുളികയും മരുന്നൊക്കെ കഴിച്ചിട്ടും അതൊന്നും യാതൊരു തരത്തിലും അതിനൊന്നും ഒരു ബെനിഫിറ്റും ഇല്ലാതെ പോയി. മെഡിക്കമെന്റ് ആൻഡ് പെയിൻ, lovely cradly memories fade away in my paternal pain. Scream noise I heard quite often, raise my hands to my Lord at that night, invoked for his leniency. നമ്മളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈശ്വരവിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ വിശ്വാസമുള്ളവർ ദൈവത്തിനോട് വിളിച്ച് പറയും. അപ്പോൾ ഞാൻ അന്ന് രാത്രികളിൽ ദൈവത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഈ ഒരു വേദന നീ എനിക്ക് താ, എന്തായാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മകളുടെ അടുത്ത് നിന്ന് ആ വേദന നീ ഒന്ന് മാറ്റിത്താ എന്ന് പറയുന്ന വല്ലാത്തൊരു പിതാവിന്റെ വല്ലാത്തൊരു ദുഃഖം ആണ് ഞാൻ ഈ കവിതയിൽ എഴുതിയത്. അതുപോലെ തന്നെ ലാസ്റ്റ് പറയാണ്, ഈ ഒറ്റമൂലി എന്ന് പറയും, പനാസിയ ഒറ്റമൂലി, അവൾക്ക് ഈ അസുഖം മാറാനുള്ള ഒറ്റമൂലി ഞാൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ കവിതകൾ ഇങ്ങനെ അവസാനിക്കുമ്പോഴും ഓരോ കവിതകളുടെ എൻഡിലേക്ക് എത്തുമ്പോഴും നമ്മൾ സഞ്ചരിച്ച ഒരുപാട് വഴികളാണ്. ഇനിയിപ്പോൾ ബാക്കി കവിതകൾ മൊത്തത്തിൽ 46 കവിതകളാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് റേഡിയോ ലൈബ്രറിയുടെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബാക്കി കവിതകളെന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ബാക്കിയുള്ള കവിതകളുടെ ടൈറ്റിൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും എൻ്റെ 4ാമത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഞാൻ വല്ലാത്ത സന്തോഷം അനുഭവിച്ചത്. പ്രവാസികൾക്ക് കിട്ടാത്ത ഒരു സ്വന്തം കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ അടുത്തുണ്ടാവാറില്ല. ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ദൂരെ ആയിരിക്കും. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖം കാണും ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. ആ സ്വന്തം കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് എടുത്ത് ഞാൻ വാങ്ങാൻ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. ആ സമയത്ത് ഞാൻ എഴുതിയൊരു കവിതയൊക്കെ ഉണ്ട്. ഗ്രാൻമയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, ഡിവൈൻ ആയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്.
എൻ്റെ പഴയ ദിവസങ്ങളും ഇപ്പോഴത്തുള്ള ദിവസങ്ങളും തമ്മിൽ കമ്പാരിസൺ ഉണ്ട്. മൈ ചൈൽഡ്ഹുഡ് ലവ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഖം നഷ്ടപ്പെട്ട മുഖം, നമുക്കൊക്കെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. നമ്മൾ ആരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകൾ പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്, നമ്മുടെ അസ്തിത്വം വെളിപ്പെടുത്താൻ കഴിയാത്ത. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ഞാൻ മൈ ഡീഫോംഡ് ഫേസ് എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും കട്ടക്ക് നിൽക്കുന്ന മസിലൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലോ ആയി എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഒന്നുമല്ല എന്ന് പറഞ്ഞ സർക്കാസമായിട്ടുള്ള സംഭവങ്ങൾ, അതും ഒരു സ്നേഹമായിട്ട് പ്രണയമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണ്. മഴയെക്കുറിച്ചിട്ട്, മഴ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. മഴ തന്നെ മതി ഒരു കഥാകാരന് അല്ലെങ്കിൽ ഒരു കവിക്ക് ഒരുപാട് എഴുതാൻ. അത് മഴയെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊരു കവിതയാണ് മൈ കാൻഡിൽ ലൈഫ്. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് പ്രവാസി എന്ന് പറയുന്നത് പ്രകാശം ചുറ്റുപാടും പരത്തിക്കൊണ്ട് തൂവിക്കൊണ്ട് സ്വയമേ ഉരുകിത്തീരുന്നതാണ് പ്രവാസി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൈ കാൻഡിൽ ലൈഫ്, എൻ്റെ മെഴുകുതിരി ജീവിതം എന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്, ഞാൻ വരുന്ന നാട് എന്ന് പറയുന്ന മുക്കം കൊടിയത്തൂർ എന്നുള്ള അവിടെയാണ്. അപ്പൊ ഇരുവഴിഞ്ഞപ്പുഴ, ഞാൻ അതിന്റെ ഓരത്തൂടി പോകുന്ന സമയത്ത് ആ സമയം പിന്നെ ഡ്രെയിനായിട്ട് വെള്ളമില്ലാത്ത സമയത്താണ്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയ ഒരു കവിത ജനുവരി ഒരു ഓർമ്മ എന്നുള്ള കവിത. ജനുവരി മാസം ഭയങ്കര രസമുള്ള മാസമാണല്ലോ, മഞ്ഞുകാലമൊക്കെ ആയിട്ടുള്ള. അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെയാണ് 46 കവിതകളാണ് ഞാൻ എൻ്റെ ഈ ബുക്കിലുള്ളത്. അടുത്ത 2 ബുക്കുകൾ കൂടി അടുത്ത് വരാനുണ്ട്. ഞാൻ കോവിഡൊക്കെ ആയതുകൊണ്ട് മാറ്റി വെച്ചേക്കുവാണ്. ഏകദേശം 250-200 കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇനിയും കവിതകൾ തന്നെയാണ്. കവിതകൾ തന്നെ. മലയാളത്തിൽ കവിതകൾ വല്ലപ്പോഴൊക്കെ എഴുതി നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി മലയാളത്തിനേക്കാളും കുറച്ചുകൂടിയും അത് ഞാൻ ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ കവിതകൾ എഴുതി മലയാളത്തിലേക്ക് എഴുതിയില്ല? മലയാളത്തിൽ കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ മലയാളത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇഷ്ടം മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ എന്നൊക്കെ പറയല്ലോ. മലയാളം കഴിഞ്ഞിട്ടല്ല നമുക്ക് ഏത് ഭാഷയുള്ളൂ. ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണസ് തന്നെയാണ്, നമ്മൾ പഠിച്ചെടുത്ത ഭാഷയാണല്ലോ. നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത് മലയാളത്തിലല്ലേ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വല്ലപ്പോഴൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ചില മലയാള കവിതകൾ എഴുതിയത് കാണുമ്പോൾ സത്യത്തിൽ അവരോട് അസൂയ തോന്നാറുണ്ട്, ഞാൻ അസൂയ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് ഇപ്പൊ ഒയാസിസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? മീൻ ടൈം ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. പറഞ്ഞല്ലോ ഒയാസിസ് സ്കോച്ചിങ് സോൾ, ഇത് നമുക്കിപ്പോ ഖത്തറിൽ എവിടെയൊക്കെ ലഭിക്കും? ഇത് ഓൺലൈനിലാണ് ഇതിന്റെ സെയിൽ നടക്കുന്നത്. നമ്മുടെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസ് 135 ആണ്. 135. പക്ഷെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് കൂടി ഉണ്ടാവും. നാട്ടിലാകുമ്പോൾ പിന്നെ അത് ചെറിയ കോസ്റ്റേ വരുള്ളൂ. പബ്ലിഷ് ചെയ്തേക്കുന്ന നോഷൻ പ്രസ്. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള കവിതകൾ പരിചയപ്പെടുത്തി, അതും സ്വന്തം കവിതകളാണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഒയാസിസ് സ്കോച്ചിങ് സോൾ കവിതാ സമാഹാരം. അപ്പൊ തീർച്ചയായിട്ടും 46 കവിതകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു കംപ്ലീറ്റ് 46 കവിതകളും വായിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിയിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ അധികം നന്ദി അൻസാർ, ഈ ഒരു സമയത്ത് നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ. ഒപ്പം സ്വന്തം ബുക്ക് തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തില്ല. സാധാരണ ഇവിടെ വരുന്നവർ മറ്റു പല ബുക്കുകളൊക്കെ തന്നെയാണ് പരിചയപ്പെടുത്താറുള്ളത്. കവിയെ തന്നെ ഇന്ന് കിട്ടിയ ആ ബുക്ക് തന്നെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു, കവിതകൾ കേട്ടറിയാനായിട്ട് സാധിച്ചു. വളരെ നന്ദി രതീഷ് ബ്രോ. സാധാരണഗതിയിൽ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ബുക്ക് റിവ്യൂ വളരെ പക്കയായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ചില സമയങ്ങളിൽ എഴുത്തുകാരനോ എഴുത്തുകാരിയോ വിചാരിക്കാത്ത തലത്തിലേക്ക് വരെ ചിന്തകൾ കൊണ്ടുപോകുന്ന. കറക്റ്റ്. അപ്പൊ പിന്നെ എന്റേത് തന്നെ ആകുമ്പോൾ പിന്നെ എനിക്ക് ധൈര്യത്തിൽ സംസാരിക്കാലോ എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. എഴുതാൻ പോകുന്ന ബുക്കിനെ പറ്റിയും പുതിയൊരു ബുക്ക് പരിചയപ്പെടുത്താനോ ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. എന്റെ അടുത്ത പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയിൽ സ്റ്റോൺ എന്നാണ് അതിന്റെ പേര്. ആലിപ്പഴം. അതിന്റെ ഓർമ്മകളിലേക്കായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള എഴുത്തുകളൊക്കെ തന്നെയാണ്. പക്ഷെ അത് കുറച്ചുകൂടി നമ്മുടെ ഇതൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാലാവസ്ഥയാണെങ്കിൽ എന്താണ് നമ്മുടെ മനസ്സിന് ടച്ച് ചെയ്യുന്നതാണ്. എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയിട്ട് ആ ഒരു ബുക്കിന് നേരുകയാണ്. താങ്ക് യു സോ മച്ച്. നന്ദി. നമസ്കാരം. അൻസാർ അരിമ്പ്ര ആയിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒയാസിസ് സ്കോച്ചിങ് സോൾ എന്ന മനോഹരമായിട്ടുള്ള കുറേ കവിതകൾ, 46 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം. വായിക്കുന്ന കാര്യം കൂടി മറക്കണ്ട. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് റേഡിയോ ലൈബ്രറി അങ്ങനെ അടയ്ക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു ബുക്കുമായിട്ട് എത്താം. ടാറ്റാ, ബൈ.